ഗുണനിലവാരമുള്ളതായി മാറ്റാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷമാണ് ഈ കേരളത്തിനകത്ത് നടന്നുകൊണ്ടിട്ടുള്ളത്. ചാവപ്പച്ചൻ മാത്രമാണ് കൊടുക്കുന്നത്. ഈ നാടിനകത്തെ സ്ത്രീകൾക്ക് നമ്മളാരും പലപ്പോഴും കാണാതെ പോകുന്ന, അറിയാതെ പോകുന്ന ഈ ഭാഗമാണ് വീട്ടമ്മമാർ. ആ വീട്ടമ്മമാരുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ ഈ മണ്ഡലത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നേടുകയാണ്. കഴിഞ്ഞ 15 വർഷം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു MLA ആയോ മന്ത്രിയായോ ഒന്നുമല്ല, നിങ്ങളുടെ ഒരു കൂടപ്പിറപ്പായി, സുഹൃത്തായി, നിങ്ങളുടെ പലരുടെയും വീടുകളിൽ ഞാൻ വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ മക്കളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഉറ്റവരോ ഉടയവരോ മരണപ്പെട്ടു പോയാൽ അതിൽ നിങ്ങൾ ദുഃഖം പ്രകടിപ്പിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ. നമുക്കിടയിൽ അകൽച്ചയുടെ ഒരു തരിമ്പ് പോലും ഇന്നോളം ഉണ്ടായിട്ടില്ല. ഏത് ഭാഗത്ത് ചെന്നാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ മേഖലയിലൊക്കെ ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. MLA-യുടെ കയ്യൊപ്പില്ലാത്ത ഒരു പ്രദേശവും നമ്മുടെ നാട്ടിലില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഇതാ നമ്മളുടെ മുന്നിലുള്ള ഈ റോഡ് കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് വേണ്ടി വന്നപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ഉമ്മ പറഞ്ഞതായിരുന്നു, ഈ റോഡ് ഞങ്ങൾക്ക് ശരിയാക്കി തരണം. ഞാൻ ആ റോഡ് വലിയൊരു സംഖ്യ തന്നെ ചെലവാക്കി ശരിയാക്കി കൊടുത്തു. ഇനി അപ്പുറത്തേക്കാണ് പോകേണ്ടത്. ഈ റോഡിന് 10 ലക്ഷം രൂപ ഇപ്പോൾ ഇതങ്ങോട്ട് കൂട്ടിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെൻറ് UP സ്കൂൾ വെള്ളാഞ്ചേരി 1,10,00,000 രൂപ ചെലവിട്ടുകൊണ്ടാണ് അവിടെ പുതിയ കെട്ടിടം നമ്മൾ പണിതത്. ഗവൺമെൻറ് സ്കൂളിന് ഒരു ടോയ്ലറ്റ് സൗകര്യം വേണം എന്ന് പറഞ്ഞപ്പോൾ 3 ലക്ഷം രൂപ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിച്ചു. തവനൂർ പാപ്പിനിക്കാവ് മുതൽ വെള്ളാഞ്ചേരി കാവ് വരെയുള്ള റോഡ് 3 കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് അത് റബ്ബറൈസ് ചെയ്തിരിക്കുന്നത്. സാധാരണ പഞ്ചായത്ത് ചെയ്യേണ്ട ഒരു റോഡാണ്. 8 മീറ്റർ വീതിയില്ല. 8 മീറ്റർ വീതിയില്ലാത്ത റോഡുകൾ റബ്ബറൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. എന്നാൽ നമ്മളുടെ പ്രത്യേകമായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ച് അത് റബ്ബറൈസ് ചെയ്യുന്നതിന് വേണ്ടി 3 കോടി അനുവദിച്ചു. അതിൻ്റെ പ്രവൃത്തി പകുതി പൂർത്തിയായിട്ടേ ഉള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ റബ്ബറൈസ് ചെയ്യുന്ന പ്രവൃത്തി നടക്കാനുണ്ട്. ഹൈമാസ്റ്റ് ലൈറ്റ് ഇവിടെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. 1,70,000 രൂപ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിച്ചു.